ബീഫ് കൊണ്ടുള്ള ഓയിസ്റ്റർ സോസിൽ ബീഫ് വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ഡിഷാണ്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിറാസ് ടൈം. ഞാനിന്ന് നിൽക്കുന്നത് പത്താങ്കലിലുള്ള തണ്ണീർപ്പാറയിലാണ്. അറിയാലോ, അടിപൊളി പാറയും അടിപൊളി സ്ഥലവും അടിപൊളി വെയിലും. ഇവിടെ ഇന്ന് അടിപൊളി ഒരു ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. ഏതെന്നറിയാമോ? ബീഫിൻ്റെ തുടയിറച്ചിയാണ്. തുടയിറച്ചി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എന്നാൽ അടിപൊളി ഇവിടെ കിടിലം ബീഫാണ്, കിടിലം. ഈ തുടയിറച്ചി വെച്ചുള്ള ഓയിസ്റ്റർ സോസ് ചേർത്തിട്ടുള്ള ഒരു ചൈനീസ് ടൈപ്പ് സാധനമാണ്. പക്ഷെ നമ്മളൊരു രീതിയിലാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കപ്പം ഈ ബീഫിലേക്ക് വേണ്ട ഒരു മസാലക്കൂട്ട് തയ്യാറാക്കണം. ആ മസാലക്കൂട്ട് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം പഞ്ചസാര, സോയ സോസ്, നാരങ്ങ, ലിംബു, കോൺഫ്ലവർ, ഇതെല്ലാം അളവ് ഞാൻ ഒരു സ്പൂൺ എടുക്കുക. ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാൻ മറന്നു. എൻ്റെ അളവിൽ ഞാൻ ചെയ്യുകയാണ്, ഡിസ്ക്രിപ്ഷനിൽ കാണിച്ചു. ഓക്കെ, നമ്മൾ ബീഫിൽ ഇത്ര സാധനം ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഓയിസ്റ്റർ സോസ് അറിയാമല്ലോ, മെയിൻ സാധനം, അത് ചേർക്കണതാ കണ്ടല്ലോ. അപ്പോഴേ ഫൈനലായിട്ട് നമ്മൾ ഓയിൽ ഒഴിക്കുകയാണ്. ഇനി ഒരു സാധനം ചേർക്കണം, ഉപ്പ്. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് ചേർക്കണുള്ളൂ. ഈ സാധനത്തിലേക്ക് ഉപ്പിൻ്റെ അംശവും പുളിയുടെ അംശവും കൂടുതലുള്ള സാധനങ്ങളാണ് ചേർത്തിരിക്കുന്നത്. ഓക്കെ, ഇതാ ഓയിൽ ഒഴിക്കുകയാണ്. സംഭവം ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതിൽ കുറേ നമ്മൾ പറയും പോലെ പെട്ടെന്ന് എടുത്തിട്ട് മറ്റേ നമ്മൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒറ്റ ട്രിപ്പിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഈ മസാല ഇതിൽ നിന്ന് പിടിക്കണം, 20 മിനിറ്റ് എടുക്കും. ആ സമയത്ത് ഞാൻ ഇതിനൊരു റോസ്റ്റഡ് സോസ് ഉണ്ടാക്കും. അപ്പം ഞാൻ ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കാൻ മറന്നുപോയി. ലേശം ഉപ്പ് ചേർക്കുമ്പോഴന്മാർക്കൊക്കെ പേടിയാണ്. ഉപ്പ് ചേർത്ത് ഞാൻ ഈ സാധനം നല്ലപോലെ ഞവടി റെഡിയാക്കി, ഞവടി എന്ന് പറയും നമ്മളിവിടെ, ഞവടി റെഡിയാക്കി ഒരു 20 മിനിറ്റ് വെച്ചിട്ട് അടുത്ത സോസ് ചെയ്യാൻ പോവുകയാണ്. സോസ് ഒരു പ്രത്യേക സോസ് ഉണ്ട്, ഓയിസ്റ്റർ സോസ് വെച്ചിട്ട് അത് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, കോൺഫ്ലവർ, സോയാ സോസ്, പഞ്ചസാര, പെപ്പർ, കുരുമുളകെന്ന് പറയും, നമ്മളെ നാട്ടിൽ കുരുമുളകെന്ന് പറയും. ഓയിസ്റ്റർ സോസ് ചേർക്കാം. മെയിൻ സാധനമാണ്, കുറച്ച് കൂടുതൽ കയറ്റണം. ഇനി നമുക്ക് വേണ്ടത് ഉപ്പ്, ചോപ്പ് സ്റ്റിക്ക്, ലേശം വെള്ളം ഒഴിക്കുന്നു. ഞാൻ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതങ്ങ് അടുത്ത് വെച്ചിട്ട് അടുത്ത തുടങ്ങാൻ പോകുന്ന പരിപാടിയാണ് വെജിറ്റബിൾ റെഡിയാക്കണം. റോസ്റ്റഡ് ബീഫ്. അപ്പം നമ്മൾ റോസ്റ്റഡ് ബീഫിൻ്റെ മസാല റെഡിയാക്കി, വെജിറ്റബിൾ കട്ട് ചെയ്ത്, പിന്നെ നമ്മൾ ഇത് കണ്ടല്ലോ, ഈ സാധനം വെച്ചിട്ടുള്ള എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. ഇനി ബീഫ് ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കാണ്. ബീഫ് റെഡിയാക്കി വെച്ചേക്കുന്നുണ്ട്, എല്ലാം റെഡി. ചട്ടി ചൂടായി നോക്കാം. അപ്പം നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ലേശം കൂടുതൽ ഓയിൽ ഇടണം, നന്നായിരിക്കും. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചോടാൻ തന്നെ നമ്മളെ അടിപൊളി 1.5 കിലോ തുട, ബീഫിൻ്റെ തുട എടുത്ത് തള്ളാൻ പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ബീഫ് വാരി തള്ളയാണ്, തള്ളിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൽ കിടന്ന് നല്ല വേവണം. അതിന് ശേഷം മാത്രമേ സാധനങ്ങൾ ചേർക്കുള്ളൂ. തീ ലേശം കൊടുത്ത് വെളുത്തുള്ളി ഇടാൻ പോവുകയാണ്. ഇതാ, അപ്പം ഇഞ്ചിയുടെയാണ്. അപ്പോൾ ഇഞ്ചിയിട്ട് വെളുത്തുള്ളി ഇട്ട് എല്ലാ സാധനവും ഇട്ട് നമ്മളിതാ ഇളക്കി. ഇനി ഇതിൽ കിടന്ന് പിടിച്ച് വേവട്ടെ. വെന്തതിന് ശേഷം നമ്മൾ ബാക്കി സാധനങ്ങൾ ചേർക്കുന്നതായിരിക്കും. ഒന്നിപ്പോഴും വേണ്ട, ഒരുപാട് പണിയുണ്ട് മിച്ചം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞത്, ഇനിയിപ്പം ഇതിൽ കിടന്ന് വേണം. കുക്കറിലടിക്കുന്ന സാധനമൊന്നുമില്ല, ഇതിൽ കിടന്ന് വേവണം. ആ സമയത്ത് കുറച്ച് എരിവെല്ലാം പിടിക്കണം. അതിന് വേണ്ടി നമ്മൾ എരിയ മുളകോ മറ്റേ മുളകോ ഐറ്റമൊന്നും ചേർക്കണില്ല. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ചതപ്പ് മുളക് ചേർക്കുകയാണ്. ഇനി കുറച്ച് പെപ്പറും കുരുമുളക് പൊടി.
ലേശം ഉപ്പ് ചേർക്കുകയാണ്. ലേശം ഉപ്പ്. സംഭവം കണ്ടല്ല, ഇതിൻ്റെ രൂപം മാറി, ഇതിൻ്റെ ഭാവം മാറി, എല്ലാം മാറി. ഈ പരുവായി. ഇനി ഇതിനേക്കാളും വേറെ പരുവാകാൻ പോവുകയാണ്. ലേശം വെള്ളം ഒഴിക്കണേ. മച്ചാമാരെ, അടുപ്പിലെല്ലാം സാധനം വെച്ചിട്ടാണ് ഞാൻ ബീഫെല്ലാം വെച്ചിട്ടാണ് വന്നിരുന്നത്. ഇവിടെ തള്ളു കൊള്ളാൻ വേണ്ടി വന്നിരുന്നത്. ഈ പാറയെന്ന് വെച്ചാൽ മുട്ട പാറ. പക്ഷേ അടിപൊളി ലൊക്കേഷൻ. ഞാൻ പോയിട്ട് എന്തോരോ മണവും ചീറ്റിലും സൗണ്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഓക്കെ. ഇവിടെ എന്തിനായി നീ സൗണ്ട് കേട്ടെന്ന് പറഞ്ഞത്? ഓ ഓ ശരിയായടേ, ശരി എന്നാ റെഡിയായടേ. ഏകദേശം ആയിട്ടുണ്ട്, ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമ്മളെ സാധനങ്ങളെല്ലാം ചേർക്കേണ്ടതാ. കണ്ടല്ലോ, ഒരു തട്ടൊക്കെ എന്താ ഇത്രയേ ഉള്ളൂ. നമ്മളെ ബജിമുളക്, പിന്നെ സവാള, മല്ലിയില എല്ലാം അലുക്കുത്തും ഉലുത്തും തട്ടിയിട്ടുണ്ട്. അലുക്കുലുത്ത് സാധനങ്ങളെല്ലാം തട്ടിയിട്ടുണ്ട്. ഇനി ഇത് കിടന്ന് പിടിക്കട്ടെ. ഇത് കിടന്ന് വെന്ത് റെഡിയായി വരുമ്പോഴാണ് ഫൈനൽ ടച്ച്. കുറച്ച് വെള്ളം ഒഴിക്കണം. ഏയ്, ഇത് നമുക്കും പറ്റൂടെ. ചൈനീസ് സാറിൻ്റെ മാത്രമല്ല, നമുക്കും പറ്റും കേട്ടാ. ഓ കുഴപ്പേ. നമ്മളെ ഫൈനലായി. എല്ലാ പരിപാടിയും കഴിഞ്ഞ് നല്ല വെന്തിട്ടുണ്ട്. ഫൈനലിൽ ലേശം സോസ് ചേർത്ത് ഇറക്കാം. ഇത് സോസ് ചേർക്കാതെ തന്നെ നല്ല സെറ്റപ്പായിട്ടുണ്ട്. ഇതാ ലേശം സോസ് ചേർക്കുകയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ പരിപാടി ഇവിടെ പൊളി ടേസ്റ്റാണ്. നമ്മൾ ഇതുവരെയും കഴിച്ചില്ലാത്തൊരു പ്രത്യേകതരം ടേസ്റ്റാണ്. ഓയിസ്റ്ററിൻ്റെ, പിന്നെ അതുപോലെ കുരുമുളകിൻ്റെ, ഈ ബീഫിൻ്റെ ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പൊറോട്ടയുടെയും എല്ലാത്തിനോടെയും കഴിക്കാം. അടിപൊളിയാണ്. അപ്പം നമുക്ക് 2 ഗസ്റ്റ് ഇവിടെ തൊട്ടടുത്തുള്ള ഈ പാറയുടെ തൊട്ടടുത്തുള്ള 2 ഗസ്റ്റ് വന്നിട്ടുണ്ട്. കൊച്ചുകുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അവരുമായിട്ട് നമ്മളിത് കഴിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മളെ റോസ്റ്റഡ് ബീഫ് റെഡിയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇടിയപ്പവും ഉണ്ടല്ലോ. ഇതാണ് പിടിക്കുന്നത്. നമ്മളെ ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയാണ്. ഈ മല ഈ ഭാഗത്ത് ഈ തണ്ണീർ, ഇതിൻ്റെ പേരെന്താണ്? തണ്ണീർപ്പാറ. തണ്ണീർപ്പാറയെ തൊട്ടടുത്ത് നമ്മളെ സഹായിച്ച തൊട്ടപ്പുറത്തുള്ള നമ്മളെ ചേട്ടൻ്റെ ഫാമിലിയാണ്, നമ്മളെ ഗസ്റ്റുകൾ. ചേട്ടാ, നമ്മൾ കഴിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ പറ എങ്ങനെയുണ്ടെന്നുള്ള. മോനെ വാ. കണ്ടല്ലോ, അള്ളി വാർന്നതാണല്ലോ. അടിപൊളി ടേസ്റ്റാണ്. എങ്ങനെയുണ്ട്? ഒരു വെറൈറ്റി ടേസ്റ്റ് ഇല്ലേ? കൊള്ളാമോ? സൗണ്ട് പറഞ്ഞേ, കൊള്ളാമോ? അപ്പോൾ ഈ സാധനം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾ വെച്ച് നോക്കണം. അടിപൊളിയാണ്. വീട്ടിൽ വെച്ച് കഴിക്കണം. എനിക്കിത് ഇഷ്ടപ്പെട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ചേട്ടാ കഴിക്കൂ.